എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക്. വീട്ടിൽ ഒരു 3 ചപ്പാത്തി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിൽ നമുക്ക് ഈ ഒരു സംഭവം റെഡിയാക്കി എടുക്കാം. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു 3 ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ചപ്പാത്തിയാണ്. ചെറിയ ചപ്പാത്തി ആണെങ്കിൽ 4 എടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പലകയിൽ വെച്ചിട്ട് കത്തി കൊണ്ട് വരഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ചപ്പാത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്ത ചപ്പാത്തി വേണം എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും വാടി കുഴഞ്ഞങ്ങ് പോകും. ഈ ഒരു തരത്തിൽ കട്ട് ചെയ്തെടുത്തിരുന്നാൽ മതി. ഇപ്പം ബാക്കിയെല്ലാം ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അടുപ്പത്ത് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. ഞാനൊരു പരന്ന പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പരന്ന പാൻ എടുക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നിറച്ചും കറിവേപ്പിലയൊന്നും ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ കറിവേപ്പിലയാണ് ഇടേണ്ടത്. അത് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 സവാള കൊത്തി അരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സ് മുഴുവൻ ചെയ്യേണ്ടത്. തീ കുറച്ച് വെക്കുകയോ ചെയ്യരുത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാടങ്ങ് വഴന്നു പോകേണ്ട ആവശ്യമില്ല. ആ ഒരു സവാളയുടെ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവണം. ചെറുതായിട്ടൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിരുന്നാൽ മതി. സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിട്ട് നമുക്കതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുമതി. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. സവാള ബ്രൗൺ നിറമൊന്നും ആയിപ്പോവരുതേ. നമുക്കതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒന്നും അധികം ആവണ്ട. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതും ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഏറ്റവും അവസാനം ചേർത്താൽ മതി. തക്കാളി വാടി കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. ആ തക്കാളിയുടെ ക്രഞ്ചിനെസ്സോട് കൂടി നമുക്കിത് കിട്ടണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് മതി. നമുക്ക് അതെല്ലാം സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് നടുവിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പനീർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മുട്ട ചേർത്ത ഉടനെ തന്നെ മൊത്തത്തിൽ അങ്ങ് ഇളക്കരുത്. അതിൻ്റെ മുന്നിയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് ഒന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടൊന്ന് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ ഇതിലേക്ക് പിച്ചി ചീന്തി ഇട്ട് കൊടുക്കാം. അതിപ്പോൾ മുട്ട എല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമുക്ക് മൊത്തത്തിലങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ചൊരു ഹാർഡായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടാക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോവില്ല. അതൊന്ന് പാകത്തിനൊന്ന് ആയി കിട്ടുകയാണ് ചെയ്യുക. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലൊഴിച്ച് ഒന്ന് ഇളക്കി ഒരുപാട് സമയം വെക്കണ്ട. ചപ്പാത്തി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിരുന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കും ആ ചപ്പാത്തിക്ക് പാകത്തിനുള്ള സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ടാവും. തണുത്ത ചപ്പാത്തി ആണെങ്കിൽ ശരിക്കും കൊത്തു പൊറോട്ടയൊക്കെ കഴിക്കുന്ന അതേ പെർഫെക്ഷനിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇറക്കുന്നതിന് മുമ്പേ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ചൂടോടുകൂടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തു ചപ്പാത്തിയാണിത്. അപ്പോൾ ഇത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു മണമാണ് കേട്ടോ ഈ കൊത്തു ചപ്പാത്തിക്ക്. കൊത്തു പൊറോട്ട എന്ന് തന്നെ പറഞ്ഞു പോകും അറിയാതെ. പണ്ട് ചിക്കു സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് മിക്കവാറും ഉണ്ടാക്കാറുള്ള ഒരു ഐറ്റം ആയിരുന്നത്. ചിക്കുവിന് വലിയ ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുശാലായി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റിയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കും നമ്മൾ ചില ഷോപ്പിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട കിട്ടും. അവിടെ നിന്ന് കൊത്തു പൊറോട്ട കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് പൊറോട്ട വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് പകരം പൊറോട്ട ഇട്ടിട്ട്. ശരിക്കും എരിവൊക്കെ പാകമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞല്ല. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കഴിക്കാം, ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാം, ലഞ്ചിന് വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ചൂടോടുകൂടി കഴിക്കണം. അതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോസ് കൂട്ടി കഴിക്കാം. ഓൾറെഡി നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ടെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം സോസ് കൂട്ടിയല്ലേ കഴിക്കാം. അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ജൂൺ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സിന് ഗിഫ്റ്റൊക്കെ കിട്ടി. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് വിന്നർ മെഹ്റു സുൽത്താന അയച്ച വീഡിയോ ആണിത്. മെഹ്റു സുൽത്താന തിരുവനന്തപുരത്ത് നേമം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെഹ്റു സുൽത്താന ആവശ്യപ്പെട്ടത് നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഒരു സെറ്റായിരുന്നു. ഇപ്രാവശ്യവും 2 വിന്നേഴ്സും ഒരേ ഐറ്റം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇത് നമ്മുടെ സെക്കൻഡ് വിന്നർ അക്ഷയ ജയപ്രകാശ്, എലത്തൂർ, കോഴിക്കോട് അയച്ച ഫോട്ടോ ആണിത്. ഇപ്പോഴും നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.